മക്കളെ, സോ നമ്മുടെ ക്ലാസ് 10-ലെ ഫസ്റ്റ് ചാപ്റ്റർ ആണ് ലൈഫ് പ്രോസസ്സസ് എന്നുള്ളത്. സോ ആ ഒരു ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പോർഷനാണ് ന്യൂട്രീഷൻ ഇൻ എമീബ എന്ന് പറഞ്ഞിട്ടുള്ളത്. മോസ്റ്റ് ഓഫ് ദ എക്സാംസിനും നമുക്ക് ഈ ഒരു ക്വസ്റ്റ്യൻ എക്സ്പെക്ട് ചെയ്യാവുന്നതാണ്. സോ ഈ ക്വസ്റ്റ്യനിൽ നമുക്ക് കൂടുതലായിട്ടും ഫോക്കസ് ചെയ്യേണ്ടത് അമീബേൻ്റെ ന്യൂട്രീഷനെ കുറിച്ചാണ്. ഓക്കെ, സോ എമീബയുടെ ന്യൂട്രീഷൻ 5 സ്റ്റേജസിലായിട്ടാണ് നടക്കുന്നത്. നിങ്ങൾക്കറിയാം എമീബ എന്നുള്ളത് ഒരു യൂണിസെല്ലുലാർ ഓർഗാനിസമാണ്. യൂണിസെല്ലുലാർ എന്ന് പറയുമ്പോൾ തന്നെ നിങ്ങൾക്കറിയാം അതൊരു സിംഗിൾ സെല്ലായിട്ടുള്ള ഒരു ഓർഗാനിസമാണ്. സോ ഈ ഒരു ഓർഗാനിസം 5 സ്റ്റേജസിലൂടെയാണ് ന്യൂട്രീഷൻ എന്ന പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യുന്നത്. അതേതൊക്കെയാണെന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ ഫസ്റ്റ് വൺ ആണ് ഇൻജക്ഷൻ, സെക്കൻഡ് വൺ ആണ് ഡൈജഷൻ, തേർഡ് വൺ ആണ് എബ്സോർപ്ഷൻ, ഫോർത്ത് വൺ ആണ് എസിമുലേഷൻ ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് ഇജക്ഷൻ. സോ നമുക്ക് ഈ പ്രോസസ്സുകളെല്ലാം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് കാണാം. എമീബ എന്ന് പറയുന്ന ഓർഗാനിസം മൂവ് ചെയ്യുന്നത് സ്യൂഡോപോഡിയ എന്നൊരു സ്ട്രക്ചർ വെച്ചിട്ടാണ്. സോ നിങ്ങൾക്ക് ഈ പിക്ചറിൽ നോക്കുമ്പോൾ ഇതാണ് അതിൻ്റെ സ്യൂഡോപോഡിയ എന്ന് പറയുന്ന റീജിയൻ. ഓക്കെ, ഈ സ്യൂഡോപോഡിയ യൂസ് ചെയ്തിട്ടാണ് എമീബ മൂവ് ചെയ്യുക. അപ്പോൾ ഒരു ഫുഡ് പാർട്ടിക്കിൾ അവരെ തൊട്ടടുത്തുണ്ടെങ്കിൽ അവരെന്ത് ചെയ്യും, ആ സ്യൂഡോപോഡിയ വെച്ചിട്ട് അവരെന്ത് ചെയ്യും, ആ ഫുഡ് പാർട്ടിക്കിളിനെ ക്യാപ്ചർ ചെയ്യുക ചെയ്യാം. അതെന്ന് പറഞ്ഞാൽ എൻഗൾഫിംഗ് എന്നാണ് നമ്മൾ പറയുന്നത്. അങ്ങനെ എൻഗൾഫ് ചെയ്ത് കഴിഞ്ഞാൽ ആ എൻഗൾഫിംഗ് പ്രോസസ്സിനെയാണ് നമ്മൾ ഫസ്റ്റ് ന്യൂട്രീഷൻ പ്രോസസ് ആയിട്ടുള്ള ഇൻജക്ഷൻ എന്ന് നമ്മൾ പറയുന്നത്. സോ ഇൻജക്ഷൻ വഴിയായിട്ട് അവർ ആ ഒരു ഫുഡ് പാർട്ടിക്കിളിനെ ക്യാപ്ചർ ചെയ്തു. ഇതിനെയാണ് നമ്മൾ എന്ത് പറയുക, ഇൻജക്ഷൻ എന്ന് പറയുന്നത്. ഇങ്ങനെ അവർ അതിനെ ഒരു ഫുഡ് വാക്യൂൾ എന്നൊരു ഫോമിലേക്ക് ആക്കി മാറ്റി. ഇനി ആ ഫുഡ് വാക്യൂളിനെ ഇവർ ഡൈജസ്റ്റ് ചെയ്യാം. സോ നിങ്ങൾക്ക് രണ്ടാമത്തെ പ്രോസസ്സ് കാണാം, ഡൈജഷൻ. ഇപ്പോൾ ഇവരവിടെ എന്ത് ചെയ്തു, ഒരു ഫുഡ് വാക്യൂൾ ക്രിയേറ്റ് ചെയ്തു. ഈ ഫുഡ് വാക്യൂളിൻ്റെ ഉള്ളിൽ നമ്മുടെ ഫുഡ് കോമ്പോണൻറ്റ് ഉണ്ട്. ഇനി ഡൈജഷൻ എന്ന് പറയുമ്പോൾ ഇവരെന്ത് ചെയ്യും, ഇവരുടെ ബോഡിയിലെ കെമിക്കൽസ് ഒക്കെ യൂസ് ചെയ്ത് അവരെന്ത് ചെയ്യും, ആ ഒരു ഫുഡ് വാക്യൂളിനെ ഫുള്ളി ഡൈജസ്റ്റ് ചെയ്യും. ഇനി നമ്മുടെ മൂന്നാമത്തെ പ്രോസസ്സാണ് എബ്സോർപ്ഷൻ എന്നുള്ളത്. സോ ഈ ഒരു അബ്സോർപ്ഷൻ പ്രോസസ്സ് വെച്ചിട്ട് ഇവർ ഡൈജസ്റ്റ് ചെയ്തിട്ടുള്ള ആ ന്യൂട്രിയൻസിനെ ഇവർ ബോഡിയിലേക്ക് എടുക്കും. ഓക്കെ, അതാണ് എബ്സോർപ്ഷൻ എന്ന് പറയുന്നത്. ഇനി അടുത്ത പ്രോസസ്സാണ് എസിമുലേഷൻ എന്നുള്ളത്. സോ ഈ ഒരു എസിമുലേഷൻ എന്ന് പറയുന്ന കോൺസെപ്റ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അബ്സോർബ് ചെയ്ത ന്യൂട്രിയൻസ് നമ്മുടെ എമീബേൻ്റെ ബോഡിയിലെ എല്ലാ സെൽസിലേക്കും എത്തണം. അതാണ് എസിമുലേഷൻ എന്ന് പറയുന്നത്. അങ്ങനെ അവരെന്ത് ചെയ്യും, ആ ന്യൂട്രിയൻസ് എല്ലാ ഭാഗത്തേക്കും ട്രാൻസ്പോർട്ട് ചെയ്യും. ഓർ ബോഡി ഈസ് ബീൻ ടേക്കൺ എവറി ന്യൂട്രിയൻസ് ഇൻ ടു ഈച്ച് ഓഫ് ദ പാർട്സ്. എല്ലാ പാർട്സിലേക്ക് അവരെത്തിക്കും. ഓക്കെ, ആൻഡ് ഫൈനലി നമുക്ക് കുറച്ച് വേസ്റ്റ് ഉണ്ടാവുമല്ലോ. ഈ അബ്സോർബ് ചെയ്ത് ന്യൂട്രിയൻസ് ഒക്കെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് വേസ്റ്റ് മെറ്റീരിയൽസ് ഉണ്ടാവും. ഈ വേസ്റ്റ് മെറ്റീരിയൽസിനെ അവർ ഇജക്ട് ഔട്ട് ചെയ്യും. ആ പ്രോസസ്സിനെയാണ് നമ്മൾ ഫിഫ്ത്ത് പ്രോസസ് ആയിട്ടുള്ള ഇജക്ഷൻ എന്ന് പറയുന്നത്. സോ ഈ ഒരു 5 പ്രോസസ്സിലൂടെയാണ് എമീബ ഒരു ഫുഡിനെ ക്യാപ്ചർ ചെയ്ത് എൻഗൾഫ് ചെയ്ത് അതിനെ ഡൈജസ്റ്റ് ചെയ്ത് അതിനെ അബ്സോർബ് ചെയ്ത് എസിമുലേറ്റ് ചെയ്ത് ഇജക്ട് ഔട്ട് ചെയ്യുന്നത്. സോ ഇത്രയും കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. സോ ഇനിയും ഇങ്ങനത്തെ വീഡിയോസിന് വേണ്ടി നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.